ഇന്നലെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചങ്ങായിമാർ പലരും ഫോണിൽ വിളിക്കുമ്പോൾ മറുപടി ഈ നമ്പറിലേക്ക് സേവനം ഇനി ഇല്ല, ഈ നമ്പർ നിലവിലില്ല. അതായത് 10 വർഷമായിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്പർ പൊതുഭരണ വകുപ്പ് റദ്ദാക്കി. അതായത് അടച്ചു തീർക്കാനുള്ള ബില്ലെല്ലാം അടച്ചു തീർത്തു. ഇന്നലെ തൊട്ട് അതിൻ്റെ സേവനം ജൂൺ 1 മുതൽ ലഭ്യമല്ലാതായി. ഇപ്പോൾ ഉയർന്നൊരു പരാതി അദ്ദേഹത്തെ അറിയിക്കാതെയാണ് കട്ട് ചെയ്തതെന്നാണ്. പക്ഷേ ഒരാൾക്ക് ഔദ്യോഗികമായി നൽകുന്ന ഒരു സിം കാർഡ് അയാളുടെ പദവി കഴിഞ്ഞാൽ അന്ന് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ. നമ്മൾ ജോലി തരുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ നമുക്ക് കമ്പനി സിം തരും. പക്ഷെ നമ്മൾ ആ സ്ഥാപനം വിടുമ്പോൾ കൃത്യമായി ആ സിം അങ്ങ് തിരിച്ച് നമ്മൾ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് പോകാറുള്ളത്. അല്ല, അദ്ദേഹത്തിന്റെ ആ മുഖ്യമന്ത്രി ഹാങ് ഓവർ മാറിയിട്ടില്ല. ഇല്ല, എനിക്ക് വീട്ടിൽ പ്രത്യേക കസേര ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സെറ്റ് ഉണ്ടാക്കി നമ്മൾ പുറത്തുനിന്ന് ആടെ അങ്ങോട്ട് കയറ്റാതെ. കാരണം അദ്ദേഹത്തിന്റെ ആശയം അങ്ങോട്ട് തീർന്നിട്ടില്ല. അതായത് പിണറായി 3.0, പിണറായി 3 മന്ത്രിസഭ കയറി അവിടെ ഇരുന്ന് ആ കസേരയിലിരുന്ന് വിഷ്ണുപാദം പോകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് പക്ഷേ നടന്നില്ല. ആ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോറ്റുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഷോക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞ് തട്ടായി കയറ്റിയാണ് ജയിക്കുമെന്ന്. മാത്രമല്ല ഈ മന്ത്രിസഭയിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു എല്ലാവരും സിം കാർഡ് തിരിച്ചു കൊടുത്തു പോലും. കൊടുത്ത് അവരവരെ എല്ലാ ബാധ്യതകളും ഒഴിവാക്കി അവരെ വഴിക്ക് അങ്ങ് പോയി. പക്ഷേ ഇദ്ദേഹം കാർഡ് തിരിച്ചു കൊടുത്തു. കാര്യം ഈ പറഞ്ഞതല്ല, മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ തോറ്റു എന്നുള്ള കാര്യം. അതെ, ആ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് മാറണമെന്ന് പോലുമില്ല. അദ്ദേഹത്തിന് പറയുന്ന കാരണം വി.ഡി. സതീശൻ ക്ലിപ്പ് ഹൗസിലേക്ക് മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞിട്ടില്ല. അവിടെ താമസിക്കുന്ന ആൾ ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ കാരണം ഒരിക്കലും കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം തിരിച്ചറിയുകയാണ് ആ യാഥാർത്ഥ്യം. ഞാൻ പ്രതിപക്ഷ നേതാവാണല്ലോ, ഈ കണ്ടോൺമെൻറ്റ് ഹൗസ് കാണുമ്പോൾ ഏത് ഈ ക്ലിഫ് ഹൗസ് അല്ലല്ലോ എന്നൊരു തിരിച്ചറിവ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. കഥയെല്ലാം നടന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മധ്യതിരുവിതാംകൂർ ഭാഗത്ത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹം ദീർഘകാല ഹെഡ് മാസ്റ്ററായിരുന്നു യു പി സ്കൂളിലെന്തോ. എന്നിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തു. പക്ഷേ പിറ്റേന്ന് രാവിലെ റിട്ടയറിൻ്റെ പിറ്റേന്ന് രാവിലെ അദ്ദേഹം വീണ്ടും സ്കൂളിൽ പോയ കസേര കയറി ഇരുന്നു എന്നാണ്. തുടർച്ചയായി 2 ദിവസം പോയി ഇരിക്കുകയും അവസാനം പിന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് അങ്ങോട്ട് അത് മാറാൻ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വീട്ടുകാരും ഇദ്ദേഹത്തിന് പകരം വന്ന ഹെഡ് മാസ്റ്റർക്ക് അവിടെ ഇരിക്കാനും തുടങ്ങി. ഇദ്ദേഹം രാവിലെ കസേര കയറി ഇരിക്കുകയാണ്. പിന്നെ അവസാനം അവർ ചെയ്തൊരു മറുവിദ്യ, ഇദ്ദേഹം ഒരു 9 മണിക്ക് അടുപ്പിച്ചായിരിക്കും വരുന്നത്. ഈ പുതിയ ഹെഡ് മാസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ പഴയ സഹപ്രവർത്തകൻ തന്നെ രാവിലെ 7 മണിക്കൊന്ന് കസേര കയറിയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു 9 മണിക്കൊന്ന് നോക്കിയപ്പോൾ കസേരയിൽ വേറെ തിരിക്കണം. ആ നേരത്ത് അദ്ദേഹത്തിന് ഒരു ചിന്ത തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പിണറായി വിജയനെ എനിക്ക് സെക്രട്ടേറിയറ്റ് ഒന്ന് കൊണ്ടുപോവുകയും നോർത്ത് ബ്ലോക്കിൽ പഴയ ഓഫീസിൽ കൊണ്ടുപോയി കാണിക്കണം. ഇതാ വി.ഡി. സതീശൻ ആ കസേര ഇരിക്കുകയാണ്, കണ്ടല്ലോ, ഇനി ബോധ്യമായോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് പോന്നാൽ മതി. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കറുത്ത കാറ് പോയി. അതൊരു തൊന്തരമാണ്. എന്തായാലും കറുത്ത കാറ് പറ്റൂല, പിന്നെ വെള്ളക്കാറ തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേ അത് ജ്യോതിഷി പറഞ്ഞനുസരിച്ചാണ് ഈ കറുത്ത കാറും എല്ലാം കറുപ്പാക്കിയത്. അപ്പോൾ ഇനി ജ്യോതിഷി എന്ത് പറയും? ഞാളിന് വെളുത്ത വാഹനം ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രത്യേക പൂജ നടത്തേണ്ടി വരും. ഈ വെളുത്ത കാറിൽ ഇനി കറുത്ത പെയിന്റ് അടിച്ചാൽ മതി. അത് മതി. ഈ വെള്ളക്കാർക്ക് പെയിന്റ് അടിച്ച് കളർപ്പാക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറുത്ത കാറെ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കയറിപ്പോണം. ഇപ്പം ഇവരുടെ കാറല്ല സഞ്ചരിക്കുന്നത്, AK സെന്ററിൻ്റെ. കാരണം സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമിയോ ഒരു രൂപയോ കയ്യിലെടുക്കാൻ ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടി അദ്ദേഹത്തിന് വേണ്ടി സേവനം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ കാറിനാണെങ്കിൽ വഴിനീള പെറ്റിയാണ്. AKG സെന്ററിന്റെ വണ്ടി ആയതുകൊണ്ട് പെറ്റി അടയ്ക്കണ്ടായിരുന്നു ഇതുവരെ. ഇപ്പം മാത്രമല്ല ഡ്രൈവറിനെ കുനിച്ചേർത്ത് ഇടിച്ചു എന്നാണ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നോ പാർക്കിംഗ് ആയിരിക്കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അത് ഡ്രൈവർ ഓർത്തില്ല ഏത് പിണറായി ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലെന്നുള്ള കാര്യം. ഞാൻ പിണറായി വിജയൻ ഡ്രൈവറാണ്, ഞാൻ അത് ചോദിച്ചാണ്. എന്നാൽ തൽക്കാലം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ കൊടുത്തും കാണും. ഈ 2 പോലീസുകാർ എന്നിട്ട് ചെന്നപ്പോൾ ഇയാൾ പറഞ്ഞു, ഡ്രൈവർ പറഞ്ഞു, ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ കാറാണ്, എടുത്തു മാറ്റർ ആരുടെ കാറാന്നേലും എന്ന് പറഞ്ഞു. അത് പ്രതിപക്ഷ എങ്ങനെ വേണമെന്നാണ് യവന്മാർക്ക് കലിപ്പ് കയറിയിരിക്കുക. പോലീസ് സേനയിലെ ഒട്ടുമിക്ക ഏതാണ്ടൊരു 95% പോലീസ് ഉദ്യോഗസ്ഥരും ഭയങ്കര എതിർപ്പിലായിരുന്നു ഇയാൾക്കെതിരെ. ഒരു സംവിധാനം ഇല്ലായിരുന്നല്ലോ, ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അല്ല, എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പിണറായിക്കിട്ട് കൊടുക്കാനുള്ളതാണ് ഡ്രൈവറിന് 2 കൊടുത്താൽ കൊടുത്തത്. അതായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പം കാറ് പോയി, നമ്പർ പോയി, വീട് പോയി, പശുക്കളെയും കൊണ്ടുവന്നില്ലേ? പശുക്കളെ ഈ KLDB ബോർഡിന് കൊടുത്തു. സ്വന്തം പശു ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻഡ് വീടം കണ്ടാണ് ഈ ബേക്കറി ജംഗ്ഷനിൽ. അതെ, അവിടെ ഇനി പശുവിനെ കയറ്റി കെട്ടുമോ എന്നുള്ളത് അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. കിങ്കരന്മാരെല്ലാം ജയിലിൽ പോകാൻ നിൽക്കും. കിങ്കരന്മാർ തിരിച്ചു വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് വീണ്ടും ED
ബേക്കറി കൃഷ്ണൻ്റെ വീട്ടിൽ പോകുന്നു എന്നൊരു വാർത്ത പുറത്ത് വന്നാൽ മതി. അതെ, കിങ്കരന്മാർ ഉടൻ തന്നെ, കാരണം അവർ ഇതായി അടിമകളായി പോരുന്നുണ്ട്. കിങ്കരന്മാർ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അവർ പറന്നെത്തി അവരോടൊന്ന് ഇങ്ങനെ കൈയും കെട്ടിങ്ങനെ നോക്കിക്കൊണ്ട്. നാട്ടുകാർ തലയടിച്ച് കയറിയ കിങ്കരന്മാർ ജയിലിൽ പോയിരിക്കാൻ വേണ്ടി കൈയും കാലും ഇട്ട് അടിക്കുന്നു. MR അജിത് കുമാർ എന്ന് പറയുന്ന മറ്റൊരു കിങ്കരൻ, ആ കിങ്കരനും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നു. എന്നാലും പ്രവാസി വ്യവസായി ഉള്ളതുകൊണ്ട് തൽക്കാലം പിടിച്ചേക്കാം. അതെ, എന്താണേലും എന്തൊക്കെ വഷളത്തരങ്ങൾ, വൃത്തികേടുകൾ പിണറായി വിജയന്റെ കാലത്ത് കാണിച്ചോ അവരെല്ലാം നെട്ടോട്ടത്തിലാണ്. പിണറായി വിജയൻ അടക്കം. നിങ്ങളൊന്ന് ആലോചിക്കണം, EMSനെയും അല്ലെങ്കിൽ PK വാസുദേവൻ നായർ, CH ചിദംബരനെ പോലെ മഹാന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ ഇരുന്ന കസേരയാണിത്. അവിടെയാണ് ഇങ്ങനത്തെ ഒരാൾ കയറിയിരിക്കുകയും ഇങ്ങനെ കുറേ മരമാക്രികളെ ചുറ്റും നിർത്തി സ്വാന്യവാസം മുഴുവൻ കാണിക്കുകയും ഈ സെക്രട്ടേറിയറ്റിനെ കുത്തഴിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ഈ ശശി എന്ന് പറഞ്ഞ ഒരു വിത്തൻ അവിടെ കയറിയിരുന്നുകൊണ്ട് കേരളത്തിലെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുകയും പിണറായി പറയുന്നിടത്തല്ല ഒപ്പിടുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് പിണറായി സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കായിരിക്കും. കാരണം ഈ ജ്യോതിഷി പറഞ്ഞ അനുസരിച്ചാണ് ഇത്രയും കാലം ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കറുത്ത കാറ് വേണം, ഇനി ബ്രാഹ്മണ സദ്യ നടത്തണ്ടേ, അതിന് രണ്ടാം ഘട്ടം ഉണ്ടെങ്കിൽ അതും വിടും, അതിന് അമ്പലത്തിൽ കൊടുക്കുമായിരിക്കും. ഈ കറുത്ത കാറ് ലോകനാഥ് ബെഹ്റയാണ് പുള്ളിക്ക് എടുത്ത് ഒളിപ്പിച്ചത്. അതായത് സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് ഈ കറുത്ത കാർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് മേടിച്ചത്. അതായത് രാത്രിയിലാണെങ്കിലും രാത്രിയിൽ മുഖ്യമന്ത്രി വനത്തിനകത്തോടാണ് സഞ്ചരിക്കണമെന്ന് എനിക്കൊന്നുമില്ല. അങ്ങനെ വണ്ടി ഹെലികോപ്റ്റർ പോയുള്ളൂ. അല്ല, മൊത്തത്തിൽ ഭയമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. വളരെ ഭീരുവാണ്, അതെല്ലാം എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ ഭീരു ഇരട്ടച്ചങ്ങനാണ്, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ വീരുക്കളാണ് പറയുന്നത്. ഞാൻ ഒരു സംഭവമാണെന്ന് അവകാശപ്പെടുന്നത് വീരുക്കളായിരിക്കും, അല്ലാത്ത മര്യാദയ്ക്ക്, കാരണം അവൻ തൻ്റെ അടിയായിരിക്കും. അതെ, അപ്പം ആ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വാങ്ങിയതാണ് ഈ കറുത്ത കാർ എന്നാണ് പറയുന്നത്. റാംജി റാവു സ്പീക്കിംഗ് സിനിമയിൽ ഇന്നസെന്റ് ചോദിക്കുന്ന കറുത്ത തോക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത കാർ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്. ആ കറുത്ത കാറ് മറ്റാരുടെയല്ല, നമ്മുടെ പിണറായി മഹാരാജാവിൻ്റെയാണ്. മഹാരാജാവ് സ്ഥാനം ഒഴിഞ്ഞതോടെ ഈ കറുത്ത കാർ വീട്ടിൽ കൊണ്ടുപോകാൻ പക്ഷേ ഇവിടുത്തെ സർക്കാർ സമ്മതിക്കുകയില്ല. അത് പണ്ട് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു കാറുണ്ടായിരുന്നു, KLT1 എന്നായിരുന്നു. വിദേശ നിർമ്മിത കാറാണ്, ഷവർലെ അങ്ങനെ കാറിൻ്റെ കമ്പനിയാണെന്ന് ഞാൻ മറന്നുമായിരുന്നു. അപ്പോൾ ആ കാറിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുമായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം വളരെ വിനയത്തോടെ കാറിലിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുമായിരുന്നു. അദ്ദേഹം രാജാവാണ്, രാജഭരണം പോയി എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം മര്യാദയ്ക്ക് അദ്ദേഹത്തിൻ്റെ വഴി പോയത്. രാജഭരണം ഉള്ള കാലമാണെങ്കിൽ ഇവരൊക്കെ നമ്മുടെ നമ്മൾ അവരുടെ ഭൃത്യന്മാരല്ല, നമ്മൾ അവരുടെ പ്രജകളാണ്. ഇദ്ദേഹം അത് രാജാവ് എന്നുള്ള രീതിയിൽ ഇപ്പൊ എന്താണെങ്കിലും ഈ കാഴ്ച അസഹനീയമാണ്. കാരണം എങ്ങനെ പിണറായിയും വീട്ടുകാർ ഇത് സഹിക്കുമെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കിങ്കരന്മാർക്ക് സഞ്ചരിക്കാൻ കറുത്ത കാറുണ്ടായിരുന്നു, CM എസ്കോട്ട് എന്ന ഈ അടിസംഘം മറ്റേ വടിയും കൊണ്ട് വന്നവരെ അവരിതിലാണ് സഞ്ചരിച്ചിരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇത് എങ്ങനെ സഹിക്കും? ഇവരെല്ലാം നാട്ടുകാരെ വഴി വരുന്നവനെ എല്ലാം തെറിയും വിളിച്ച് അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു. എല്ലാം ഇപ്പൊ കാറും പോയി, ഫോണും പോയി, സിമ്മും പോയി, കിങ്കരന്മാരും പോയി, ഇയാൾക്ക് വേണ്ടി പിരിവെടുത്തുകൊണ്ട് വന്ന കരിമണൽ കർത്തായും പോയി, മോള് ED കേസിൽ പ്രതിയാകാൻ പോകുന്നു. MR അജിത് കുമാർ എന്ന് പറയുന്ന വിശ്വസ്തൻ എതിലേ പോയെന്ന് ആർക്കും അറിയില്ല. ഏതായാലും ഈ ഒഫീഷ്യൽ ഫോണിൽ നിന്ന് എന്തായാലും ഈ അനധികൃത കച്ചവടത്തിന് കോൾ ഒന്നുമില്ല, അത് ഒരു കാരണവശാലും നടക്കുകയാണ്. അപ്പൊ എന്തായാലും പിണറായി വിജയന്റെ ഒരു പതനം, അത് ശരിക്കുമുള്ള പതനം എന്ന് പറഞ്ഞാൽ തവിട് പൊടിയായിട്ടുള്ള ഒരു പതനമാണ്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് നേരിടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭാഗ്യമാണ് അദ്ദേഹം നേടി.